ഇതാര്? നമ്മുടെ പുത്തൂര് കേശവനോ? ഇതെന്താ കയ്യില്? വല്ല കുഴിബോംബും ആണോ? ഇത്തിരി തേന മുറിവില് പെരട്ടിയ പെട്ടെന്ന് ഉണങ്ങും. എന്നാ മുറിവ് ഉണ്ടാക്കിയ ആള് തന്നെ പെരട്ടി തരുമോ? കുഴിയുണ്ടാക്കിയതിൽ മുള്ളുകമ്പി ഇട്ടപ്പോ എന്റെ മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇയാളോട്. ആ ആന ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. തലയിലേക്ക് ചോരയരിച്ച് കേറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലെന്നായി. വിളിച്ചു കൂവിട്ട് ശബ്ദമുണ്ടോ? എന്റെ ചങ്ക് പറിച്ചാ ഞാൻ ഭഗവതീന്ന് വിളിച്ചത്. ഇക്കണ്ട പഴിക്കയും വെറ്റിലേക്ക് കൊടുത്തതിന്റെ നന്ദി ദേവി കാണിക്കാതിരിക്കോ? നിന്റെ ദേവിക്ക് മുറുക്കാൻ വലിയ ഇഷ്ടാ? ആണോന്നോ? മുത്തശ്ശി പറയുന്നൊന്ന് കേക്കണം. ഒരിക്കൽ തൃപ്പാറ് കാവില് മുത്തശ്ശി തൊഴാൻ പോയപ്പോ കാവിലങ്ങനെ എടുത്തു കെട്ടി പ്രൗഢിയോടെ നിക്കാ ദേവി. തിടമ്പും തടവളയും കഴുത്തില് കാപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് പഞ്ഞി പോലെ തൂവെള്ള പല്ലുകാട്ടി ചിരിച്ചോണ്ട് മുത്തശ്ശിയോട് പറയാ, ഒരു മുറുക്കാൻ ഇങ്ങോട്ട് താന്റെ ജാനുമ്മേന്ന്. മുത്തശ്ശി മിനിറ്റിന് മുറുക്കുന്ന ആളാണേ. എന്നിട്ട് കാവിലിരുന്ന് രണ്ടാളും കൂടെ നീട്ടിപ്പിടിച്ചൊരു മുറുക്കങ്ങ് പാസാക്കി. സത്യമാ ഞാൻ പറയുന്നേ. എന്നിട്ട് മുത്തശ്ശി പറയാ, ഒന്ന് കാണേണ്ടതായിരുന്നടി തത്തേ എന്റെ ദേവിയുടെ ചുണ്ടിന്റെ ഒരു ചോപ്പ്. അതി പിന്നെ അവര് തമ്മിൽ വലിയ കൂട്ടായിരുന്നത്രേ. അവിടുന്ന് അങ്ങോട്ട് മരണം വരെ മുടങ്ങാണ്ട് വെക്കായിരുന്നു. മുത്തശ്ശിയുടെ വക ദേവിക്കൊരു വെറ്റിലേയും അടക്കേ. മുത്തശ്ശിയുടെ ഈ പഴയ ഗുണ്ട് കഥ തത്ത വിശ്വസിച്ചിരിക്കുക. ഞാൻ ആലോചിക്കാ തത്ത, ഒരു കൊല്ലന്റെ ആലയ്ക്കകത്ത് ഇതുപോലൊരു ഇടിവെട്ട് ചരക്ക് എങ്ങനെ ഉണ്ടാടാ എന്റെ അപ്പ? അതെ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എനിക്ക് എന്റെ ജാനുമുത്തശ്ശി ആട്ടുംപാലിൽ ഒത്തിരി കുങ്കുമപ്പൂ അരച്ചു തന്നിട്ടാ. ഓഹോ, അപ്പൊ നിന്റെ ചേട്ടൻ വാക്കത്തി വാസുവിന് നിന്റെ മുത്തശ്ശി ഇരുമ്പ് അരച്ചു കൊടുത്ത് ഒരുമാതിരി കരിവീട്ടിക്ക് പോളിഷ് അടിച്ചോലിരിക്കുന്നു. യവനെന്താ ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്നേ? ആനയുടെ അണ്ടർ കട്ട് കണ്ട് പേടിച്ച് അച്ഛന്റെ ഫാൻ ബെൽറ്റ് ലൂസായിന്നാ തോന്നണേ. തലകുത്തി വേണം. എടാ അപ്പനെ, അവൻ ചാലിന്ന് പള്ളത്തിയെ പിടിച്ച് കഞ്ഞിക്കാലത്തിൽ ഇട്ട് കളഞ്ഞല്ലോടാ. ടൈറ്റാനിക് കടല്ലേ ഇറക്കിയല്ലേ, ഐസ് കട്ടേനെ ഇടിപ്പിക്കല്ലേ. വാലിബിന്റെ ടിക്കറ്റിന് വാസുവേട്ടന് ടിക്കറ്റോ? വന്നാട്ടെ. വേണ്ട, ഈ കാവുണ്ടിക്കലിലെ പെരുങ്കൊല്ലനല്ലേ നമ്മുടെ വാസുവേട്ടൻ? വാസുവേട്ടനോ? ഉൽപ്പായി ഇരിക്കാൻ ഞാൻ ആരാ? അത്ര വലിയ VCP അല്ല വാസുവണ്ണ, VIP. ആ പി ഉണ്ടല്ലോ, വി ഉണ്ട്. കറക്റ്റ്. ആ അപ്പൊ പണം തുടങ്ങിയോ? തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയല്ലോ. അപ്പൊ തുടക്കം പോയി. ഒടുക്കണ്ടല്ലോ. ഞാൻ പണ്ട് വാളയാർ മുരുകാട്ടാക്കീസില് റിക്ഷാക്കാരൻ കണ്ട ഓർമ്മയുള്ളൂ. എന്റെ താത്തയ്ക്ക് പിടിച്ച പിടി നിർബന്ധം. നിങ്ങളുടെ വാലിബനൊന്ന് കാണേണ്ടത് തന്നെയാന്ന്. അപ്പൊ വാസുണ്ണന്റെ തത്തക്കിളി സംസാരിക്കൂ? തത്ത കിളിയല്ലടാ മണഗുണാഞ്ചാ, എന്റെ പെങ്ങളാ. ആളെ കറക്ക. അതിന്റെ കാര്യം തീരുമാനായി. അയ്യോ, இந்த பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. എന്തത്? சரிங்க சார், சரிங்க. தங்கமகன் இன்று சிங்க நடை போட்டு அருகில் அருகில் வந்தான். അയ്യോ, ഇതെന്നാ വാലിബനാടാ പോയി? കുറച്ച് മോട്ടം കയറി ഇപ്പൊ ഞാൻ കുതിരപ്പുറത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സിനിമയില ഇങ്ങനെ വാസുവേട്ടാ, ഒരു ചില്ലി കാശിന്റെ കഥ വേണ്ട,
കുറെ ഓട്ടവും ചാട്ടവും, ഒരു 100 തുണിമാറ്റവും, വായിക്കൊള്ളാത്ത 8 മുഴം നീളത്തിൽ കുറെ ഡയലോഗുകളും പടവടപ്പും മതി. കണ്ടിറങ്ങുമ്പോ കുറെ പുക മാത്രം, ഒന്നും മനസ്സിലാവരുത്. സിനിമ ഇവളാ പൊടിമില്ല് പേപ്പട്ടിനാരുടെ മോളല്ലേ? ആണോ? ഇവൾക്ക് ഉണ്ണിയപ്പം കച്ചവടമുണ്ടോ? അല്ല, ഇതങ്ങനല്ല. അവിടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. പ്രസിഡന്റ്, എന്റെ ആദ്യത്തെ കൊലയാ. ഞാലിപ്പൂവനാണല്ലോ. അല്ല, പാളയം കോടനാ. വെച്ചേക്ക്, ഞാലിപ്പൂവൻ എന്റെ കണ്ണിന് കാണരുത്. ജോസേ, സമയമായി. ട്രാൻസ്ഫോമറിന്റെ കോയിൽ വീക്കാ, മാറ്റണമെന്നാ തോന്നണം സാറേ. കോയിൽ മാറ്റണ്ട. കോയിൽ മാറ്റിയാൽ ഫീസ് പോകില്ല. ഫീസ് പോയാലല്ലേ ഫീസ് കെട്ടാൻ പറ്റൂ. ഫീസ് കെട്ടിയാലല്ലേ നമുക്ക് 4 ചക്രം കിട്ടും. കള്ള ലൈൻ വലിച്ചിരിക്കുന്ന പോയെന്ന് കണ്ടാലോ? പൂവിന് കോപം വന്നാൽ പൂരിയായി മാറുമോ? എടാ മൂരിത്തമ്മി, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. മറ്റവള് തിരിച്ചു വന്നാടാ. നിന്റെ ഭാര്യ ഇതുവരെ വന്നില്ലേ? അതെന്നാ പോക്കാടാ. അടിച്ചോണ്ട് പോയതിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ കറണ്ട് അടിക്കുന്നത് പോലെ അല്ലയോ? അന്നമ്മ വരും പോകും, പോകും വരും, വരും പോകും. ഇനി അവളുടെ പോക്ക് പറയാൻ ഞാൻ എന്നോട് ചോദിച്ച അമ്മച്ചിയാണ്. ഒത്തിരി സ്റ്റേജുകളിൽ ഈ ചാണകം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കഴിയിട്ടും പോയില്ല നാക്കം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജൂനിയർ എഞ്ചിനീയർ സുരേന്ദ്രൻ പടുവാത്ത്, SSLC പ്രീ ഡിഗ്രി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ITC ഡിപ്ലോമ ആൻഡ് ആക്ടിംഗ്. ഈ വയറങ്ങോട്ടേക്ക് പോകുന്നു, മനസ്സിലായില്ല? വിജനമായ റോഡിലൂടെ വിജനമായ റോഡെന്ന് പറഞ്ഞാൽ അതിനൊരു അന്ത്യമില്ലേ? ഇതിന്റെ അന്ത്യം വാലിവന്റെ മൂത്രപ്പുരയല്ല. അതെ, മൂത്രപ്പെരയിലെ എരുമക്കൂട്ടിലോ കൊടുക്കുന്ന ഞങ്ങളുടെ സൗകര്യം. മീറ്റർ കാണിക്കുന്ന കാശ് തന്നാ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത സപ്ലൈ അനധികൃതമായിട്ടോ സൗജന്യമായിട്ടോ ക്യാഷിനോ മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് ബോർഡിന്റെ നിയമം. അതെ, കടയിൽ നേത്തക്കൊല മേടിച്ച് വിറ്റവൻ വാങ്ങിയവനോട് ദിവസം 1 വെച്ച് തിന്നാ മതി എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായവാ? അത് നിങ്ങളുടെ നയം, ബോർഡിന്റെ നയമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ കൊടുത്തു എന്ന് വെച്ച് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വകുപ്പൊന്നുമില്ലല്ലോ. തൂക്കിക്കൊല്ലാൻ വകുപ്പില്ല, പെങ്ങടെ സപ്ലൈ ഊരാൻ വകുപ്പുണ്ട്. അതിന് സപ്ലൈ അവിടെ പേരിലല്ല, ഈ പേപ്പട്ടിനാരുടെ പേരില്ല. എന്താ പ്രസിഡന്റ് ചിരിച്ചേ? സത്യം അതല്ലേ? ആ സത്യം കേട്ടാ ചിരിച്ചേ. ഇപ്പോഴെങ്കിലും പേപ്പട്ടി നായരാണ് സമ്മതിച്ചല്ലോ, അല്ലെങ്കിൽ ഓളെ മുക്കാശിന് കറണ്ട് വിൽക്കോ? ജോസേ, നിന്നെ വെള്ളിടി വെട്ടിയോ? കരിക്കട്ട പോലെ ആയല്ലോടാ. പേപ്പട്ടി ചേട്ടായേ, ജോസിന്റെ മേത്ത് ഇയാടെ മീറ്റർ ഇടരുത് കേട്ടോ. നിങ്ങളുടെ മീറ്റർ എവിടെയാണ് ഇരിക്കുന്നത് പേപ്പട്ടി? മീറ്ററിന്റെ പ്രസിഡന്റിനല്ലേ എഞ്ചിനീയർ? ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. വേറെ അതെ, സാറിന് ആ സപ്ലൈ വലിച്ചു വരാൻ 1 നിമിഷം മതി. അവിടെ ജീവിക്കാൻ വന്നു കിടക്കുന്ന ആ ചെറുപ്പക്കാരുടെ വയറ്റത്തടിക്കല്ലേ. ഏറിയാൽ ഒരു 10 ദിവസം അവരവരുടെ പാട്ടിന് പൊക്കോളൂ. കാര്യം ശരിയാണ്, പക്ഷേ നിയമം അനുശാസിക്കുന്നതല്ലേ ഈ സുരേന്ദ്രൻ പടുവാത്തൂറിന് ചെയ്യാൻ പറ്റൂ. അയ്യോ, ഒന്നുകൂടെ കറക്കി. അയ്യോ, അപ്പൊ സാർ കുളമാവ് തിയേറ്റേഴ്സിന്റെ ഹീറോയാ രാജാപ്പാട്ട് രംഗത്തുരേ. അയ്യോ, സാറിനെ കണ്ടപ്പം മുതൽ എന്റെ ചിന്ത കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു. ആ മുടിക്ക് കൈവച്ച് പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കറണ്ടടിച്ച പോലെ ആളെ പിടുത്തം കിട്ടിയത്. അന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിലെ ആ രാജാപ്പാട്ട് മനസ്സിന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. നല്ല പെരുമ്പാവൂർ ചക്കയാ. ഇവിടുത്തെ പറമ്പി വളർന്ന ഇവിടുത്തെ ആട്ടുംകാട്ടം മൊത്തം ഇതിന്റെ മൂട്ടിലായിടണം. നല്ല മധുര. ആട്ടുകാട്ടത്തിനോ? അല്ല, ചക്കയ്ക്ക്. ശരി. പുഷ്പേച്ചി ഭയങ്കര ഫോമിലായിരുന്നല്ലോ. ആ ഏത്തക്കൊലയുടെ ന്യായം പറഞ്ഞത് അടിപൊളി. ചൂളി ഇറങ്ങിപ്പോയണ്ടില്ലേ? അല്ല പിന്നെ എടുത്താത്തെ, അവർക്ക് ഇത്തിരി കറണ്ട് കൊടുത്തെന്ന് വെച്ചാ പ്രസിഡന്റിന്റെ ഒരു സങ്കടം കണ്ടില്ലേ? ഉടനെ പീസൂരാൻ ഒരു എഞ്ചിനീയർ രാജാപ്പാട്ട് രംഗത്തുര ഇറങ്ങിയിരിക്കുന്നു. കരിമ്പൂരത്തിന്റെ സ്റ്റൈല് കണ്ടേച്ചാലും മതി. പിന്നെ
സ്റ്റൈല് കാണണേല് ആ പങ്കജത്തിലെ രാജിന്റെ സ്റ്റൈല് കാണണം. ഓ, അതൊന്ന് കാണേണ്ടത് തന്നെ തത്തെ. എനിക്ക് വലിയ ഇഷ്ടം അയാളെ. വലിയ ഇഷ്ടം എന്ന് വെച്ചാ എന്നാടാ? തത്തേച്ചിയെ ചേച്ചിയുടെ വലിയ പിസ്റ്റനാ വാലിബൻ. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്നാ പറഞ്ഞിരിക്കണേ. അയ്യോ, നീ ആരോടും പറയില്ലേടി തത്തെ. ഇതെന്താ തത്തെ? മലയാർഭൂതം ഉറങ്ങി എഴുന്നേറ്റ് പോലെ ഉണ്ടല്ലോ. അയ്യേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഷളൻ, മരപ്പട്ടി, കോന്തൻ. ഈർക്കിലെ ചരിച്ച് ഇളിച്ചു കാണിച്ചാലും പുറകെ കൂടിക്കോളും. പെങ്കോന്തൻ. ഇതാരാ തത്തെ ഇത്ര വൃത്തികെട്ടവൻ? നിന്റെ ചേട്ടൻ ബെൽറ്റ് വാസു ആണോ? ഓ, എന്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇളിച്ചു കാണിച്ചോണ്ട് ചെന്നേച്ചാ മതി. മോന്നയുടെ ഷേപ്പ് മാറ്റും. ഇയാൾക്ക് നാണല്ലേടോ പേപ്പിട്ട് നേരം മോളുടെ പുറകെ നടക്കാൻ? ഇതാണോ കാര്യം? ആ, അത് തന്നെയാ. എനിക്കിതൊക്കെ ഇതൊരു പ്രശ്നമുള്ള കാര്യങ്ങളാ. തത്തേനെ കരിമ്പ് കാട്ടി മോഹിപ്പിച്ച് കാഞ്ഞിരക്കുരു തരരുതായിരുന്നു. അയ്യേ, എന്റെ തത്തെ, നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പുഷ്പത്തെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതോ? അതങ്ങനെ ആർത്തത്തിൽ പറഞ്ഞല്ല. കറണ്ട് എടുക്കാൻ 100 പറഞ്ഞുറപ്പിച്ചിട്ട് വന്നേ വാക്ക് വ്യത്യാസം കാണിച്ചു. 100 150 ആക്കിയ പേപ്പട്ടി നായര് നമ്മുടെ വാലിബൻ ഹിറ്റാണെന്ന് കണ്ടപ്പോ അടുത്ത ദിവസം അവളെ 250 ആക്കി. അങ്ങനെയാണ് വേറെ അടുത്തുനിന്ന് കറണ്ട് എടുക്കണം. അതിന് 3 ഫേസ് ലൈൻ ഇവിടെ അടുത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ. കാശ് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പേടിച്ച് ഞാനൊരു തടയിട്ട് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ കാശ് കൊടുക്കാൻ പാടൂ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ പറ. ഒട്ടക്കിയ സപ്ലൈ കട്ട ഒരു ജനറേറ്റർ വാടക എടുക്കാന്ന് വിചാരിച്ച ദിവസം 500 പോക്ക. 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്റെ കോൺ തെറ്റിയത് തന്നെ. എന്റെ തത്തെ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുമെന്ന്? നിന്റെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂറമ്മയെ പോലെ എനിക്ക് നീ. എന്തോന്നു കോലമാടി ഒരു തോളാപ്പ ഷർട്ട് വിട്ടോണ്ട്. അതെ, വാസുവേട്ടന്റെ ഷർട്ടിന്റെ കൈയുടെ കുത്തുവിട്ടിട്ട് ആ ഇടച്ചേരി അതെടുത്ത് തയ്ക്കാൻ കൊണ്ടുപോയതാ. എടി അവന്റെ അടുത്തിടുമ്പോ സൂക്ഷിക്കണം. കാരത്തില് പുഴുങ്ങി അലക്കേ ഇടാവൂ, പുഴുക്കടി വരും. ഇപ്പൊ പറഞ്ഞ വാസുവേട്ടന്റെ മുഖത്തോക്കി പറ, അപ്പ കിട്ടും. നീ വരട്ടെ. നല്ല ചരച്ച കോമാങ്ങ. നാളെ പിറന്നാളായിട്ട് നിന്റെ വാച്ചുവേട്ടൻ പൊന്നൊന്നും വാങ്ങില്ലേടി? എടി തത്ത, ചെന്നപ്പോണ്ടല്ലോ അവനാ തട്ടാൻ കൊല വിളക്കി കഴിഞ്ഞില്ലെന്ന്. പിന്നെ ഞാൻ അവന്റെ കഴുത്തിന്റെ കുഴക്കൊന്ന് പിടിച്ചപ്പോ നിന്റെ കാശുമാല റെഡി. 3.5 പവനാ. ആ പണ്ടാറ അറിയണ്ട. വീട്ടിൽ ചെല്ലുമ്പോ ഭവാനിജിയുടെ പൂരപ്പാട്ടായിരിക്കും. അവളുടെ പിരി ഞാൻ മുറുക്കും. ഇന്നാ പാവത്തിന് എങ്ങാനും ചീത്ത പറഞ്ഞോ? ഈ പൂവാലിനെ കൊന്ന് വത്തലമുളക് അരച്ച് വാസുവിന്റെ ഒരു കറിയുണ്ട്. കാലി രണ്ടും നിനക്ക്. അപ്പൊ നിന്റെ പിള്ളേർക്ക് ചങ്കും മത്തങ്ങായും കിഷ്ണിയും അല്ലേ? ഒലിപ്പിയാൻ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്ന. ഇരിക്കണ കൊമ്പ് മുറിക്കല്ലേ. പോടാ, നീ ഓച്ചായിയെ പണി പഠിപ്പിക്കല്ലേ. ഇതാരടി ഷർട്ട്? രാഘവേട്ടന്റെ ബട്ടൺസ് പിടിപ്പിക്കാൻ തന്നതാ. ആ തൊലിപ്പിയാന്റെ ആണ്. ഉളുമ്പ് മണം മുഴുവൻ ഇതേ കാണും. നല്ല 501 ബാറ സോപ്പിട്ട് പുഴുങ്ങി അലക്കേച്ച് മതി. ഇപ്പൊ ഈ മാലയൊന്നും വേണ്ടായിരുന്നു വാസേട്ടാ. ഇപ്പഴല്ലാതെ പിന്നെ എപ്പോഴാടി? എപ്പോഴായാലും 10 പവൻ വേണേ. അത് ഇപ്പഴാ കുറെ ആയിക്കോട്ടെ. വരുന്ന തുലാത്തിലെ മഴയ്ക്ക് മുമ്പ് നിന്നെ ഒരുത്തിനേൽ പിടിച്ച് ഏൽപ്പിക്കണം. അയ്യോ, തുലാത്തിലെ തുമ്പിക്കവണത്തിലെ പെരുമഴത്തൊന്നും എനിക്ക് കേട്ടണ്ട. എന്റെ അമ്മോ, ഓർക്കും എന്നെ പേടിയാവാ. എന്നാ മഴയാ! കല്ലുരുട്ടി, കുറുന്തോട്ടി പറയൻ, നെടവഴി തെളിയൻ. എന്റെ അയ്യോ, എനിക്ക് വേണ്ട. ആ മഴയത്തേടി കുറെ കെട്ടണ്ടേ. വെട്ടി വിറച്ച് കരിമ്പടത്തി പുതച്ചു മൂടി കിടക്കണേന്റെ ഒരു സുഖേ. പിന്നെ പഴിപ്പിച്ച് ഇരുമ്പ് പദം വന്ന കൈകൊണ്ട് എടുക്കുന്ന ഒരുത്തിനെ നിന്നെ പിടിച്ചു കൊടുക്കണം. തത്തേ, ഓ വാളയാർ ഒരു അമിട്ട് കൊല്ലനുണ്ട്, കൊച്ചൂട്ടൻ. അവന്റെ കോടാലിയുടെ വായ്ത്തല കണ്ട മാനത്തെ ചന്ദ്രക്കല മാറി നിൽക്കും. പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. പല 2ാം കെട്ടായിരിക്കും. ഒറ്റക്കണ്ണനാ. അയ്യേ, ഒറ്റക്കണ്ണൻ കൊല്ലനോ? എന്താടിയാ കൊല്ലന് കുഴപ്പം? ഒറ്റ വെട്ടിന് ഒലക്ക മുറിക്കുന്ന കൊല്ലന് ഏത് ദേശത്ത് വിലണ്ടേ? അയ്യോ, അതുകൊണ്ടല്ല വാസുവേട്ടാ.
ചില കൊല്ലന്മാർക്കൊരു കുഴപ്പമുണ്ടേ, ഞായറാഴ്ച കള്ളും കുടിച്ച് കെട്ടിയോളത്ത് എറിയും പറഞ്ഞ് നടക്കും പെങ്ങക്ക് പൊന്നുണ്ടാക്കാൻ. ഫസ്റ്റ് ഫസ്റ്റ് അത് നീ എന്റെ വായത്തലൊന്ന് കാച്ചിയതല്ലടി. അതെ. മൂന്നര പവന്റെ കാശുമാലേ ഈ മനുഷ്യന് തന്നെ കണ്ടിട്ടാ. സ്വന്തം പെങ്കൊച്ച് വളർന്നു വരുമ്പോ ചിട്ടി പിടിച്ച് പെങ്ങക്ക് കാശുമാല. ഇവിടെ നാവ് പൊത്തി കിടന്നോളാം. നിനക്ക് പണ്ടപ്പൂവിന്റെ കുത്തിലടി തീറ്റ പണ്ടാറം. തന്തി തള്ളില്ലാത്ത പെങ്കൊച്ചിന് പിന്നെ ഞാനല്ലാതെ നിന്റെ ആംഗള മരം കയറി മണഗുണാഞ്ച് വന്ന് കെട്ടിക്കൂടി കെട്ടിക്കൂടി. അവ കൊടുത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ മാധുവിന്റെ കാര്യം ആലോചിച്ചോണ്ട് പറഞ്ഞതാ. ചെമ്മീൻ തൊണ്ട് കളഞ്ഞ പോലത്തെ ഈ മുതലിന് അടുത്ത ഞായറാഴ്ച ഉള്ള കല്യാണം. തന്തക്കില്ലാത്ത വേവലാത്തി തള്ളക്ക് വേണ്ട. വണ്ണം വരെ വിഴിഞ്ഞിട്ട് എന്റെ നെഞ്ചില് കല്ലരിയാ. വേണ്ടാ ബുദ്ധി തോന്നണ കാല വല്ലതും വലിച്ച് തലയെ കയറ്റുന്ന മുമ്പ് ഒരുത്തനും കൂടെ ഇറക്കി വിണ്ടാന്നോ നീ പറയണേ? എന്റെ അണ്ണാക്കില് പഴന്നുണി ഞാൻ കുത്തിയ കറ്റും ഭീമ പണ്ടാറം. എന്റെ പൊന്നപ്പിന് ഇങ്ങ് പോരടാ. ഓന്റെ അമ്മ അറിയാണ്ടൊന്നും മറിഞ്ഞു നടന്നാലേ തമിഴമണ്ടി കൂട് വെച്ച പോലെയാവും. നീ ഇന്ന് നൂലുകമ്പനി പോണില്ലേ പെണ്ണെ? പോയേച്ചി. ആ മിറ്റത്തിട്ടിരിക്കുന്ന മുളകൊന്ന് വാരി വെച്ചേനെ. ഈ തടിച്ചുപാറിന് മുളക് വരപ്പിയും കണ്ടൊരു നേരെ. പ്രിയ രഘുറ, നിനക്ക് സുഖമല്ലേ? പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഞാനിങ്ങെത്തി. നീ ഏൽപ്പിച്ച പണം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. നിന്നെക്കുറിച്ചാണ് അവളുടെ ചിന്ത എപ്പോഴും. ദിവസങ്ങൾ ഇനി അധികമില്ല. പ്രത്യേകം സൂക്ഷിക്കണം. കഴിഞ്ഞാൽ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ നന്ന് എന്ന് സ്വന്തം ഗോപു. ചുട്ട ചെണ്ട മുറിയെ ചുടല. ആക്രാന്തം കാണിക്കല്ല, കന്നിന്റെ പരവേശം. ആരേ രഘുറാം? എന്താ തത്തേ? ഇനി നീ തത്തോട് നുണ പറയരുത്. ആരേ അവള്? നീ എന്തിനാ ഇവിടുന്ന് മാറി നിൽക്കണം? നീ വല്ല കട്ടിട്ട് വന്നിരിക്കണോ? അതോ വല്ല ട്രെയിനിന് ബോംബ് വെച്ചിട്ടുണ്ടോ? നിന്റെ പോക്കറ്റിന് എനിക്ക് കിട്ടിയ കത്താ ഇത്. എടാ പടവ, നിനക്ക് വന്ന കത്ത് കണ്ടേച്ച് ഇവൾ എന്നോട് കിടന്ന് മൂക്കണ കണ്ട. അത് ഞാൻ ആശാന് വായിക്കുന്ന ഗോപുവിന്റെ കത്ത് കണ്ട. അതിന് അയാളുടെ പേര് പടവൻ എന്നല്ലേ, രഘുറാം എന്നല്ലല്ലോ. എന്നാര് പറഞ്ഞു എന്നോട്? ഇവന്റെ ശരിക്കുള്ള പേര് രഘുറാം. ഇത് വിളിപ്പേരാ പടവൻ. ഇവന്റെ അപ്പന് പൊള്ളാച്ചി പടവലങ്ങ കൃഷിയാ. താനെന്തിനാ അവിടെ മാറി നിൽക്കുന്നേ? എന്തിനാടാ? അതെ, ഇവൻ ആ പറമ്പിൽ പടവലങ്ങ പറിക്കാൻ വന്നൊരു പെണ്ണിനിട്ട് ജിങ് 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 നടത്തി പ്രശ്നമായി. കാര്യം പറഞ്ഞോ. ഞാൻ പറയുന്നതിനെ കുഴപ്പം, നിനക്ക് ഡിംഗ്വാളിഫിക്കേഷൻ നടത്താല്ലേ? അത് ഞാൻ ചുമ്മാ അവളുടെ പുറകിൽ ഒരു ബോൾ ബെയറിംഗ് ആയിട്ട് കൈ കൊണ്ട് വൃത്തിയോട് കാണിക്കലടാ, അല്ലെങ്കിലേ വൃത്തികേട്. തരാം, നിന്നെ കിട്ടി തരാം. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്നോട് ഈ കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തരാണോന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാ എന്റെ ചേട്ടൻ സഹിക്കില്ല. എനിക്ക് വേണ്ടി തേയില ചുട്ടുപഴുത്ത കാച്ചിരും എടുത്ത് ഇത്തിരി പൊള്ളിച്ചതാ ആ കൈത്തലം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിന്റെ മുത്തശ്ശി ജാനുവിന് കുടമാളൂറമ്മയെ പോലെ എനിക്ക് നീ. എനിക്കെല്ലാം മനസ്സിലായി. പുഷ്പം, പുഷ്പത്തിന്റെ സപ്ലൈ കട്ട്.